ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലേഷ്യയുടെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് പിന്നെയും വീഡിയോട്ട് വന്നത്. മലേഷ്യ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. ഇന്ന് സൺഡേ ആണ്. ആക്ച്വലി ഈ സമയത്ത് എനിക്ക് ജൂലൈ 1 എക്സാം തുടങ്ങി. അപ്പം എനിക്ക് ഈ നാളെ എക്സാം ഉണ്ട്, മാത്സ് ആണ് നാളെ. ഞാൻ വെളിയിൽ നിൽക്കുകയാണ്, എൻ്റെ വീടിൻ്റെ വെളിയിൽ നിൽക്കുകയാണ്. എൻ്റെ പൂച്ചക്കുട്ടികൾ കളിക്കാൻ വേണ്ടി വെളിയിൽ വിട്ട് കുറേ നേരം ടെറസിൽ കളിച്ച്, കുറേ നേരം അങ്ങനെ കളിച്ചു വെളിയിലൊക്കെ തന്നെ. പക്ഷെ വീടിൻ്റെ അകത്ത് കളിച്ചു. അപ്പോൾ ഞാൻ ഔട്ടിൽ പൂച്ച കളിപ്പിക്കാൻ അയച്ചു. അപ്പം ഞങ്ങൾ പൂച്ചയുടെ ഫോട്ടോ മാത്രമായിരിക്കും കണ്ടിട്ടുള്ളത്. ഞാൻ യൂട്യൂബിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നേരിട്ട് വീഡിയോയിൽ കണ്ടിട്ടില്ലായിരിക്കുമല്ലോ. അപ്പം ഞാൻ കാണിച്ചു തരാം. 2 കുസൃതി പാറുകളെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിൽ നോക്കിയാൽ ഓറിയോനെ കാണാൻ പറ്റും. കണ്ടോ, അത് കുസൃതിയാണെന്നറിയാമോ? ഇതിൻ്റെ മണ്ടയിൽ നിൽക്കുന്ന റൂബീനെയും കാണാൻ പറ്റും നിങ്ങൾക്ക്. അയ്യോ, ഇങ്ങോട്ട് പോകും. അവിടെ ഇടയിൽ കണ്ടു, അവിടെ ക്ലിയർ ആവാൻ സാധ്യത കുറവാണ്. പക്ഷെ ഫുൾ സൂം ചെയ്ത് അപ്പം ഇത് ഇങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്. വെളിയിൽ പോയാൽ കളിക്കും. ഇന്നാണെങ്കിൽ ആ കാണുന്ന ഏരിയ മതിലിൻ്റെ ഈ പൈപ്പിൻ്റെ അവിടെ നിന്നിട്ട് മതിലിനങ്ങോട്ട് ചാടാൻ എൻ്റെ മക്കൾ ശ്രമിച്ചു, പൂച്ചക്കുട്ടികൾ ശ്രമിച്ചു. പക്ഷെ അവർ ചെറുത്, അവർ മാർച്ച് 15 ജനിച്ചത്. അപ്പം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസം കഴിഞ്ഞു. 4 months ഓൾഡായി. കഴിഞ്ഞ ജൂണിൽ 3 months ആയിരുന്നു, ഈ മാസം 4 ആയി. ഇനി അടുത്ത മാർച്ച് 15 ആകുമ്പോൾ പിള്ളേർ 1 വയസ്സാണ്. കണ്ടോ, റൂബി ഇവിടെ പമ്മി വരുന്ന പൂച്ചകൾ. ഇങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇവിടെ ക്ലോസപ്പ് ചെയ്ത റംബൂട്ടാൻ, ഇഷ്ടംപോലെ റംബൂട്ടാൻ നിൽപ്പുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പേ നെൽകൾ പിടിച്ച്, അപ്പോഴത്തേക്കും ഈ കാണുന്ന ഉറുമ്പ് കൂട്ടുകാരൻ എൻ്റെ കയ്യിൽ കയറി കടിക്കാൻ വന്നു. ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റിക്കളഞ്ഞു. അത് ഉറുമ്പ് കൂട് വയ്ക്കാണ്. ഇഷ്ടംപോലെ റംബൂട്ടാൻ നിൽപ്പുണ്ട്. ആകാശം വരെ നിൽപ്പുണ്ട് റംബൂട്ടാൻ. ഈ ഇടയ്ക്ക് ഞാൻ പറിച്ചു, അതൊക്കെ നല്ല റെഡ് കളറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആയി കാണും, പക്ഷെ എന്നെ പറ്റിച്ചു, ആയില്ലായിരുന്നു. ഇനിയും സമയം വേണം. അപ്പം എൻ്റെ വീട് എനിക്ക് തോന്നുന്നു കണ്ടിട്ടില്ലെന്ന്, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ക്ലാസ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട്. ഇവിടെ 2 വീട് ഇവിടെ ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് എൻ്റെ സ്കൂൾ ഇവിടെ സ്കൂൾ കാണണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സ്കൂള് ഞാൻ അകത്ത് പോയിട്ട് കാണിച്ചു തരാം. അപ്പം അകത്ത് പോയിട്ട് കാണാം. അതിൽ കാണാം. അതിന് മുമ്പേ കുറേ ഹെൽപ്പ് ചെയ്യാനുണ്ട്. എൻ്റെ കിളികളെ ഞാൻ കാണിച്ചു തരാം. കിളികളുടെ കൂട്ടിൻ്റെ മണ്ടയിൽ 2 വ്യക്തികൾ നിൽപ്പുണ്ട്. ആ 2 വ്യക്തികൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ കിളി ഇവിടെ ഉണ്ട്. അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഈ രണ്ട് സാധനം അവിടെ നിൽപ്പുണ്ട്.
ഇതിനെ ഈ കൂട്ടിൻ്റെ അകത്ത് വെളിയിലോട്ട് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിള്ളേരെ. ക്യാമറ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്ത് ചെയ്യാൻ? ഈ മരം കയറും, അവിടെ കുറേ മരം കയറും, പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യും. അകത്ത് മുട്ട ഉണ്ടോ? ഇല്ല. കണ്ടോ 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 ഈ കണ്ടവനാണ് ഏറ്റവും ക്യാമറ കണ്ട കയറി പിടിക്കാൻ തോന്നണ പെണ്ണ്. ഇനി ബാക്കി വീട്ടിൻ്റെ അകത്തുണ്ട് പോയി എൻ്റെ സ്കൂൾ ഞാൻ കാണിച്ചു തരാം. വീടിൻ്റെ അകത്തല്ല, വീടിൻ്റെ മണ്ടേ ടെറസിൽ നിൽക്കുമ്പോൾ എൻ്റെ സ്കൂൾ കാണാൻ പറ്റും. അപ്പോൾ വീടിൻ്റെ അകത്ത് പോയിട്ട് സ്കൂൾ കാണാം. വീടിൻ്റെ അകത്ത് വന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി എൻ്റെ സ്കൂൾ കാണിക്കാൻ വേണ്ടി ടെറസിൽ പോകാം. മോളത്തെ ലിവിങ് റൂം എത്തി. ഈ വഴി പോയി മോളോട്ട് കയറുമ്പോഴേക്കും ടെറസ്. നമുക്ക് ടെറസിലോട്ട് പോകാം. മച്ചി ഓക്കെ. നിങ്ങൾക്ക് ചിലപ്പം ഈ സ്ഥലം ഓർമ്മ കാണാൻ സാധിക്കും. ഈ സ്ഥലം, ഈ ടെറസ് ഉണ്ട്. എൻ്റെ ഏതോ ഒരു വീഡിയോ എനിക്ക് എൻ്റെ സോഫ്റ്റ് ടോയ് ക്ലീനിങ് കഴുകണ വീഡിയോയിൽ ഈ ടെറസിൽ വെച്ചായിരുന്നു ഞാൻ ഉണക്കി എല്ലാം വെച്ച്. അപ്പോൾ നമുക്ക് ടെറസ് ഈ വഴിയേ പോകാം. ഇവിടെ ഇങ്ങനൊരു കുഞ്ഞു സാധനമുണ്ട്. ഇവിടെ എനിക്ക് കണ്ണുണ്ടൂടെ ഈ വീഡിയോ നോക്കുമ്പോൾ. ഫുഡിന്ന് ഇതുകൊണ്ട് ഇത്ര ഹൈറ്റ് ഉണ്ട്. എനിക്കിത് കാണുമ്പോൾ തന്നെ പേടിയാവുന്ന അത്രയ്ക്കും പേടിയാണ്. ടെറസിൽ പോയി എൻ്റെ വിശാലമായ സ്കൂൾ നമുക്ക് എൻ്റെ ഒരു നമ്മുടെ നല്ല സ്കൂളിനെ കാണാം. അയ്യോ, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റാൻ സാധ്യത കുറവാണ്. ഇപ്പം കാണാൻ പറ്റില്ല. ഞാൻ സ്ഥലമേ സ്കൂൾ ടെറസിൽ നിൽക്കുകയാണ്. ഞാൻ കുറേ നേരം അവിടെ താഴെ നിൽക്കുകയായിരുന്നു. കാണുന്ന ഈ ഷെഡ് കണ്ടോ? ഇതാണ് എൻ്റെ സ്കൂൾ. ഇതിൽ ഇവിടെ ഒരു കമ്മർ തിരിഞ്ഞാണ്. ഇവിടെ കൈ വാങ്ങട്ടോ. ഇതിൽ ഏതോ ഒരു ജനലിൽ 2 ജനലാണ് എൻ്റെ ക്ലാസ് വരുന്നത്. ബിക്കോസ് ഇങ്ങനെ സറൗണ്ട് ആയിട്ടുണ്ട്, ചെടികൾ നിറഞ്ഞ സ്കൂളാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ വീട് എവിടെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇത് അടുത്തായതുകൊണ്ട് കാണാൻ സാധ്യത ഉണ്ടല്ലോ. പക്ഷേ വേറെ എന്തോന്നൊക്കെയോ ഞാൻ കാണുന്നുണ്ട്. ദൂരെ ഒരു ഗോൾഡ് കളറിലൊരു ബോൾ പോലത്തൊരു സാധനം ഒരു മലയിലെ മണ്ടയിൽ വെച്ചേക്കുന്ന പോലത്തെ ഇതൊക്കെ സ്കൂളിൻ്റെ മണ്ടയിൽ നിന്ന് കാണാൻ പറ്റും. എത്ര നോക്കിയാലും എൻ്റെ വീട് കാണാൻ പറ്റില്ല. എൻ്റെ സ്കൂളിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലൂ സ്ട്രക്ചർ കണ്ടോ? ഈ സ്ട്രക്ചർ വരെ സ്കൂളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ക്യാമറ ഇതാണ് പ്ലീസ്. പക്ഷേ എന്താണ്, വീട് കാണുന്നില്ല. അപ്പം ഞാൻ ഇന്ന് പൂച്ച ടെറസിൽ നിന്ന സമയത്ത് ഞാൻ ആ ബിൽഡിങ്ങിൽ നിന്ന് സ്ട്രെയിറ്റ് മെഷർമെൻ്റ് എടുത്ത് ഇവിടെ എത്തും. അവിടെ നിന്ന് ഇവിടെ നോക്കണം. ഈ സ്കൂളിൽ നിൽക്കുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രെയിറ്റ് പോയി ഇവിടെ എത്തും. ഇത് താഴെ നോക്കണം. ഉള്ള എല്ലാ ഡയറക്ഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. ഇന്ന് നാളെ സ്കൂളിൽ പോയി കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാ ഉദ്ദേശിച്ചതും തെറ്റായിരിക്കും എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ക്ലാസ്സിൻ്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം നോക്കുമ്പോൾ ഒരു 2 ഷെഡുണ്ട്. ഇവിടെ ഈ ഷെഡും ഉണ്ട്. ഇനി താഴെ ഇങ്ങനെ ഇരിക്കുന്ന ഈ റൗണ്ട് ഷെഡാണ് ഓഡിറ്റോറിയം വരുന്നത്.
അപ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ താഴെ നോക്കുമ്പോഴാണ് ഈ ഓഡിറ്റോറിയം കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം അതാണ്, ആ ബ്ലൂ സാധനമാണ്. പക്ഷെ എൻ്റെ വീട് മാത്രം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന്. ഇവിടെ ഭയങ്കര വെയിലാണ്, അതുകൊണ്ടാണ് ചില സമയത്ത് തന്നെ ബ്ലർ ആവുകയാണെങ്കിൽ എൻ്റെ ക്യാമറ ഇച്ചിരി പ്രശ്നമുണ്ട്. അത്ര ആംഗിൾ നോക്കിയിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ തൊണ്ട എത്ര സംസാരിച്ചിട്ടും തൊണ്ട ദാഹിക്കുന്നു, ഉണങ്ങിപ്പോന്നു. അപ്പോൾ താഴെ പോയി നമുക്ക് വെള്ളം കുടിച്ചിട്ട് തരാം. ഹായ് ഗൈസ്, ഞാൻ വെള്ളം കുടിച്ച് കഴിഞ്ഞു. എൻ്റെ റൂമിൽ ഇപ്പോൾ ഞാൻ നിൽക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മാത്സ് ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അതിന് മുമ്പേ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാരിൽ ആരൊക്കെയാണ് 7th ഗ്രേഡെന്നും നിങ്ങൾ 7th ഗ്രേഡെന്നും അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഗ്രേഡാണെന്നും കമൻറ്റ് ബോക്സിൽ ഏത് ഗ്രേഡാണെന്ന് 7th-ലാണെങ്കിൽ I mean 7, 8th-ലാണെങ്കിൽ I mean 8 എന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. പിന്നെ നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മാത്സ് എന്നും കൂടെ ഇടണം. എനിക്ക് മാത്സ് ഇഷ്ടമല്ല, പാടാണ്, അതുകൊണ്ട് മാത്സ് എനിക്ക് ഇഷ്ടമല്ല. ഇതാണ് എൻ്റെ ടെക്സ്റ്റ് വരണത്. ഇങ്ങനെയാണ് ഫസ്റ്റ് ടെക്സ്റ്റ് വരണത്. എൻ്റെ സ്കൂളിൻ്റെ പേര് ആര്യ സെൻട്രൽ സ്കൂളാണ്. ആര്യ സെൻട്രൽ. ഇങ്ങനെ ഫസ്റ്റ് പേജ്, പിന്നെ ഇങ്ങനെ കുറേ കോണ്ടൻറ്റ്സ്. എനിക്ക് 1, 2 ഇൻറ്റീജേഴ്സും ഫ്രാക്ഷനുമാണ് എനിക്ക് എക്സാമിനുള്ളത്. ഇതൊക്കെയാണ് ചാപ്റ്റേഴ്സ്. 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഇങ്ങനെ കുറേ എക്സെട്ര പേജ് വരും. ഇൻറ്റീജേഴ്സ് എനിക്ക് ഫുള്ളുണ്ട്. പക്ഷെ അടുത്ത ചാപ്റ്ററിൽ ഫ്രാക്ഷൻ എത്തുമ്പോൾ ഞാൻ ഇപ്പം ഈ 1 ഉണ്ടല്ലോ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്, ഇതുവരെ എനിക്കുള്ളൂ. അതുകൊണ്ട് മാത്സ് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പക്ഷേ കുറേ ഇംഗ്ലീഷിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, എനിക്ക് സോൾവ് ഒട്ടും ഇഷ്ടമല്ല. പ്രോബ്ലംസ് ആണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് സോൾവ് ഒട്ടും ഇഷ്ടമാകാത്ത കാര്യമാണ്. എനിക്ക് കൺഫ്യൂഷൻ വരും സോൾവ് ചെയ്തിട്ട്. അതുകൊണ്ട് ഒരു ഏറ്റവും പാടുള്ള സോൾവ് ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ചു. എനിക്കൊരു കോൺസെപ്റ്റ് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പ് കൂടെ ട്രൈ ചെയ്യുമ്പോൾ അത്ര ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇപ്പം 4 എക്സാംസ് കഴിഞ്ഞു, ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. അത് നാളെയും മറ്റന്നാളെയും കൂടെയാണ് എനിക്ക് എക്സാം. പിന്നെ എൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പം ഇന്നത്തേക്ക് എനിക്ക് ഇത്ര പറയാനേ ഉള്ളൂ. ഇനി എനിക്ക് വെളിയിൽ പോയി പൂച്ചേനെ പൊക്കിക്കൊണ്ടകത്ത് വരണം. അതിൻ്റെ വലിയ ടാസ്ക്കാണ്. ലാസ്റ്റ് മലേഷ്യൻ വീഡിയോസിൽ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് റൈറ്റ് ചെയ്ത് ഇടാം. അതിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആ ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.